അനൂപ്, ഈ വിഷയം നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് രണ്ട് വശങ്ങൾ നമ്മൾ കേട്ടു. എന്താണ് പിണറായി വിജയനെ ഇത്രത്തോളം ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത്? രഞ്ജിത്ത്, ഞാൻ ആദ്യം വേറൊരു കാര്യം സൂചിപ്പിക്കണം. ഇപ്പം CPM-ൻ്റെ വലിയ തോൽവിയുടെ കാര്യം പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ കാൽനൂറ്റാണ്ടിനിടയിൽ CPM നേരിട്ട വലിയ തോൽവി ഇപ്പോഴത്തെ അല്ല, 2001-ലാണ്. അന്ന് CPM-ന് 24 സീറ്റുകൾ മാത്രമേ കിട്ടുള്ളൂ. അന്ന് എനിക്കൊന്ന് 99 സീറ്റും പിന്നെ ഒരു UDF വിമതനോട് ചേർന്ന് 100 സീറ്റിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു UDF-ന്. അന്നും CPM-നെ നയിച്ചത് ഈ പിണറായി വിജയൻ തന്നെയാണ്. ഞാൻ പറഞ്ഞത് പിണറായി വിജയൻ നയിച്ചുകൊണ്ട് ഒരിക്കൽ മാത്രമല്ല മുമ്പും തോറ്റിട്ടുണ്ട്. അതിന്ന് CPM-നെ തിരിച്ചു വന്നിട്ടുണ്ട്. പാർട്ടി സെക്രട്ടറിയാണ് കാലത്ത്. ഇപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം പാർട്ടി സെക്രട്ടറിയാണല്ലോ ആ സംഘടന നയിക്കുന്നത്. ആ സംഘടനയുടെ പിന്നിലും മുന്നിലും പാർട്ടി സെക്രട്ടറിയുടെ ഊർജ്ജമാണല്ലോ ഇത് വലിയൊരു പ്രബല ഘടകം എന്ന് പറഞ്ഞത്. പിന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ൽ ഇപ്പോൾ കുറേ കാറ്റും വെളിച്ചവും കയറി എന്ന് തന്നെയാണ് ഞാൻ പറയാം. കാരണം CPM-ൽ എപ്പോഴും ഉൾപാർട്ടിയിൽ ജനാധിപത്യം പുലർത്തുന്ന പാർട്ടിയാണ് CPM. നമ്മൾ മറ്റു പല കക്ഷികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ CPM-ൽ വിമർശനങ്ങൾ ഉണ്ടാകുന്ന എക്കാലത്തും CPM-ന് ദോഷമല്ല ഗുണമേ ചെയ്തിട്ടുള്ളൂ. കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി CPM-ൽ വിമർശനങ്ങൾ ഉണ്ടായിട്ടില്ല. അത് പാർട്ടിയെ വലിയ തോതിൽ ദുഷിപ്പിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പോൾ ബംഗാളിലെ കാര്യം കൊടുത്താലും ത്രിപുരയിലെ കാര്യം കൊടുത്താലും അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ 10 ജില്ലാ കമ്മിറ്റികളോളം ചേർന്നു തിരഞ്ഞെടുപ്പ് കാര്യങ്ങൾ വിശകലനം ചെയ്തു. അത് CPM-നെ സംബന്ധിച്ചിടത്തോളം ദോഷമല്ല ഗുണമാണ് ചെയ്തതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത് CPM-ൽ ഇപ്പം രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ചല്ലോ, അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അല്ലാതെ ഇപ്പം ജയിച്ചു അല്ല തോറ്റു കഴിഞ്ഞുകൊണ്ട് പിണറായി ചെയ്തതെല്ലാം നല്ല കാര്യമാണ്, ജനങ്ങൾ മറ്റേ ക്ഷേമപെൻഷൻ കൊടുത്ത് മേടിച്ച് വോട്ട് ചെയ്തില്ലെന്ന് പറഞ്ഞതിന് പകരം പിണറായി കാണിച്ച ശരിയല്ല, അല്ലെങ്കിൽ പിണറായിയുടെ ഏകാധിപത്യമാണ്, അല്ലെങ്കിൽ MP ഗോവിന്ദൻ പറയുന്നത് അണികൾക്ക് പിടികിട്ടുന്നില്ല, MP ഗോവിന്ദൻ്റെ ഭാര്യയെ മത്സരിപ്പിച്ചാണ് തെറ്റ് എന്ന് പറയാൻ ചില ജില്ലാ ഘടകങ്ങൾ ധൈര്യം കാട്ടിയത് CPM-ന് ദോഷമല്ല ഗുണമാണ് ചെയ്യുന്നത്. പിന്നെ പിണറായി വിജയൻ സെക്രട്ടറി ആയതുകൊണ്ട് ശ്യാം പറഞ്ഞ പോലെ തന്നെ പിണറായി വിജയൻ സെക്രട്ടറി ആയതുകൊണ്ട് CPM-ന് ഗുണമായി ചെയ്തിട്ടുള്ളൂ. കാരണം നമുക്കറിയാം CPM-നെ കഴിഞ്ഞ ഒരു 40 വർഷത്തെ ചരിത്രം എടുത്ത് നോക്കിയാൽ CPM-ന് 2 സംസ്ഥാന സെക്രട്ടറിമാരാണ് നല്ല സംസ്ഥാന സെക്രട്ടറിമായിട്ടിരുന്നത്. ഒന്ന് VS അച്യുതാനന്ദൻ, 1980 മുതൽ 91 വരെ VS ആയിരുന്നു സെക്രട്ടറി. ഇപ്പോൾ VS സെക്രട്ടറി എന്ന കാലഘട്ടത്തിലാണ് CPM-ൻ്റെ വർഗ്ഗ ബഹുജന സംഘടനകളെല്ലാം ശക്തി പ്രാപിക്കുന്നത്. VS സെക്രട്ടറി എന്ന കാലത്ത് ഉദാഹരണമായിട്ട് SFI 1970-കളിൽ KSUവിൻ്റെ തല്ലി മേടിക്കാൻ മാത്രമുള്ള സംഘടനയായിരുന്നു. ആ SFI പിന്നീട് ശക്തമാകുന്ന VS-ൻ്റെ കാലത്താണ്. ഇപ്പോൾ DYFI KSYF എന്ന് പറഞ്ഞ സംഘടന ഒന്നും ഇല്ലാത്ത സംഘടനയാണ്. ആ KSYF-നെ മാറ്റി DYFI ആക്കുന്നു. പിന്നീട് CITU വരുന്നു. ഈ സംഘടനകളെല്ലാം VS-ൻ്റെ കാലത്ത് ശക്തി പ്രാപിക്കുന്നെങ്കിൽ 98-ൽ പിണറായി സെക്രട്ടറി എന്ന കാലഘട്ടത്തിലാണ് CPM-നെ ഒരു നവലിബറൽ സങ്കല്പത്തിലോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പം ദേശാഭിമാനി പത്രം ഒരു 20 വർഷം മുമ്പ് ദേശാഭിമാനി പത്രം എടുത്തിട്ട് ശകലം വെള്ളം വീണാൽ ആ പത്രം എടുക്കാനേ പറ്റത്തില്ല, അത് അവസ്ഥയായിരുന്നു. അപ്പോൾ CPM-നെ പല രീതിയിലും സാമ്പത്തികപരമായിട്ടാണ് ഒരു നവലിബറൽ രീതിയിലോട്ട് കാലത്തിനനുസരിച്ച് കൊണ്ടുപോകാൻ പിണറായിക്ക് പറ്റി. അപ്പോൾ പിണറായി നേതൃത്വം വഹിച്ചുകൊണ്ട് CPM-ന് ഗുണമല്ല ദോഷമല്ല ഗുണമാണ് ഉണ്ടായെന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ? ജനങ്ങൾ എൻ്റെ രഞ്ജിത്തെ പിണറായി വിജയൻ ജനങ്ങൾക്ക് ഗുണമുണ്ടായില്ല എന്ന് കഴിഞ്ഞ 10 വർഷം ഭരിച്ചില്ലേ? അപ്പോൾ ആദ്യത്തെ ടൈമിൽ ഭരിച്ചു, രണ്ടാമത്തെ ടൈമിൽ ആരാധന ഈ ജനങ്ങൾ തന്നെയല്ലേ? അല്ല, അതെ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ജനങ്ങൾ എന്തുകൊണ്ട് തിരസ്കരിച്ചു എന്നുള്ളതാണ് പാർട്ടി ഘടകങ്ങളുടെ ചോദ്യം. അല്ല, തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അങ്ങനെയാണ്. തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഒരു അടുത്ത 5 വർഷം പേർ മറ്റൊരു കക്ഷത്തിൽ അതിന്റെ സ്വാഭാവിക പ്രക്രിയയുള്ള ജനാധിപത്യത്തിൽ. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു. ഈ കഴിഞ്ഞ ഒരു അരനൂറ്റാണ്ട് കാലം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇത്രത്തോളം അഴിമതി ആരോപണം നേരിട്ട ഒരു മുഖ്യമന്ത്രി വേറെ ആരുണ്ട്?